എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അവർക്കിഷ്ടമില്ലാത്ത നിങ്ങളെ മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഫീലിങ്സ് എന്താണ്? അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവരോടുള്ള ഡീപ്പ് ഡാർക്ക് ഫീലിങ്സും, അതായത് അവരുടെ സ്വഭാവത്തിൽ നിങ്ങൾ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് അവരുടെ ഭാഗം മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നമ്മളുടെ ഭാഗം അവരും കൂടി അറിയണമല്ലോ, അല്ലേ? അങ്ങനെ നമുക്ക് നോക്കാം. രണ്ട് സൈഡും തന്നെ മാറ്റണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന, അതേപോലെ അവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ ക്യാൻഡലിന് എന്ത് പറ്റി? വല്ലാത്ത ഫ്ലെയിം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ് ഒക്കെ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിലുണ്ട്. വേറെ ഒന്നുമില്ല, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാൻ സമയം കളയണ്ട. ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് കേട്ടോ. മറ്റേ ഇതൊക്കെ ഞാൻ മാറ്റി വയ്ക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട്? എൻ്റെ വ്യൂവേഴ്സ് അവരുടെ സ്വഭാവത്തിൽ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ എന്താണ്? ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ മൈ വ്യൂവേഴ്സ്. Deep dark feelings of my viewers person for my viewers. Deep dark feelings of my viewers person for my viewers. Deep dark feelings of my viewers person for my viewers. Ace of Wands. Aishari. Amida Sneham. 3 of Cups. 5 of Swords. Shari. 8 of Wands. Hermit. Empress. Strength. 10 of Cups. 7 of Cups. 8 of Cups. 2 of Swords. 8 of Pentacles. Judgment. Empressൽ എന്താ പ്രശ്നം? Clarify Empress. Clarify Empress. Clarify Empress. Nine of Pentacles. Okay, മനസ്സിലായി. ഏസ് ഓഫ് വാൻസ് വെച്ച് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്നവർക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ മേലെ മേലെ പോയി സ്നേഹിക്കുക എന്ന് പറയില്ല, ഓവർവെൽമിങ് സ്നേഹ കൂടുതലാവുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഓവർ സ്നേഹം പ്രകടിപ്പിക്കൽ, അവർക്ക് ശ്വാസം മുട്ടുന്ന തരത്തിൽ അവർ സ്നേഹിക്കൽ എന്നൊക്കെ പറയുമ്പോൾ അതും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. സ്നേഹിക്കണം, പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കണം നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നു. അവർക്ക് ഇടയ്ക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണണം, മറ്റ് സ്ഥലങ്ങളിൽ പോകണം, മറ്റു കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം. അതിനൊന്നും നിങ്ങൾ അനുവദിക്കാറുണ്ടാവില്ല. നിങ്ങളുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അല്പം സ്പേസ് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളണേ. ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക. നിങ്ങൾ കൂടുതൽ സമയം ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് അവർക്ക് ഒരു എന്താ പറയുക, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോകാൻ പുറപ്പെട്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ കാണും. നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ കാണും. പക്ഷെ അപ്പോഴേക്ക് ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ വരികയാണ്, ഉടനെ നിങ്ങളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. ഫ്രണ്ട്സിന് കൂടുതൽ പ്രിഫറൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം. എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും. ഫ്രണ്ട്സിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം, അതൊന്നും അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, എത്ര അടുത്ത ഫ്രണ്ട്സ് ആണെങ്കിലും ആലോചിച്ച് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് ഉള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പാർട്ട്ണറിനുള്ളത് കേട്ടോ. 5 ഓഫ് സ്വാർഡ്സ് വെച്ച് നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഉള്ള ആളാണെങ്കിൽ, എല്ലാ കാര്യത്തിനും സ്ട്രെസ് എടുത്ത്
ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് ആരോഗ്യം കളഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന എന്തിനാണ് ഈ പ്രശ്നം? ഓപ്പണായി സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് 8 ഓഫ് വാണ്ട്സിന്റെ എനർജി അവിടെ വന്നിരിക്കുന്നത്. ഓപ്പണായിട്ട് കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങൾ മനസ്സിലിട്ടിങ്ങനെ ആലോചിച്ച് ടെൻഷനായി അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 8 ഓഫ് വാണ്ട്സ് വെച്ച് വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടാവും, അവർ ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. നിങ്ങൾ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു മടുപ്പ് വരും അല്ലേ? നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഒരു മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതെ അല്ല എന്ന് മാത്രം റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മടുപ്പ് വരും അല്ലേ? അപ്പോൾ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾ സ്വല്പം ബാക്കിലേക്കാണ് എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. കാണുമ്പോഴായാലും വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഹാമറ്റ് വെച്ചിട്ട് കൂട്ടത്തിലിരിക്കുമ്പോഴും രണ്ടുപേരും തന്നെ ഒരുമിച്ച് ഇരിക്കുമ്പോഴും നിങ്ങളിങ്ങനെ ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ വേറെ ഏതോ ഒരു ലോകത്താണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ ആ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുമല്ലോ. എന്ത് തന്നെ പ്രശ്നമായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ആവാം അല്ലേ? മനസ്സിൽ ഈ പ്രശ്നങ്ങൾ അടക്കി പിടിച്ച് ഇരിക്കാതെ തുറന്ന് സംസാരിച്ചാൽ കുറേ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും. അങ്ങനെ വല്ലാതെ ഉള്ളിലിട്ട് ഉരുകേണ്ട കാര്യമില്ലല്ലോ. ഓപ്പണായിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്ന് ഉള്ളൊരു ഒരു പരാതി അവർക്കുണ്ട്. എംപ്രസിനെ ക്ലാരിഫൈ ചെയ്ത 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അതായത് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കെയറിന്, സ്വന്തം കെയറിന് വേണ്ടിയിട്ട് പൈസ കുറച്ച് കൂടുതൽ ചിലവാക്കുന്നു എന്ന്. സ്വന്തം എക്സ്പെൻഡിച്ചറിന് വേണ്ടി, സ്വന്തം ചിലവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേയധികം പൈസ ചിലവാക്കുന്നു എന്നൊരു പരാതി അവർക്കുണ്ട് കേട്ടോ. ഒരു പക്ഷേ പാർലറിൽ പോകാനായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാനായിരിക്കും, മൊബൈൽ വാങ്ങിക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ കുറച്ച് കൂടുതലായി പൈസ സ്പെൻഡ് ചെയ്യുന്നു എന്ന് അത് അവർക്ക് ഇഷ്ടമില്ല. സേവിങ്സിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം എന്ന് നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടായിരിക്കും എന്ന് തന്നെ ആവട്ടെ. അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ സേവിങ്സിലേക്ക് കൂടി കുറച്ച് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അത് അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടൊരു പേഴ്സൺ ആണ്. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഒന്നും ആലോചിക്കാതെ പൈസ എടുത്ത് കൊടുത്തവർക്ക് സഹായിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യവും കൂടി കുറച്ച് ശ്രദ്ധിക്കണം എന്ന് അവർ കരുതുന്നുണ്ട്. സേവിങ്സിലേക്ക് എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ക്ഷമ കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ പലപ്പോഴും പ്രതികരിക്കുന്നില്ല. അതവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരുടെ അടുത്ത് നിങ്ങൾ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരുപാട് ക്ഷമ കാണിക്കുന്ന സ്വഭാവം നിങ്ങൾ മാറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഒരുപാട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന അവരെക്കാൾ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്നു. നിങ്ങളുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാം. ഓക്കെ, മാരീഡ് ആണോ മാരീഡ് അല്ലയോ ആ രീതിയിൽ എടുത്തോളൂ. എന്തായാലും ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളുടെ അറ്റൻഷൻ കൂടുതലായിട്ട് പോകുന്നു. ഇവർക്ക് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു പരാതി നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സ് വെച്ച് ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് അവർ കരുതുന്നത് കേട്ടോ. അവരതാണ് പറയുന്നത്. എന്തിനും ഓവർ തിങ്കിങ് ആണ്. സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളും മനസ്സിലിട്ട് പെരുപ്പിച്ച് വളരെ സ്ട്രെസ് എടുക്കുന്നു. സംസാരിച്ചാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നെ വഴിയെ പോകുന്ന ജോലികളെല്ലാം എടുത്ത് തലയിൽ വയ്ക്കുക. നിങ്ങളുടേതല്ലാത്ത ടാസ്കുകൾ കൂടി നിങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന്, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അത് നിങ്ങളുടെ തലയിലാവും. പിന്നെ അതും ഒരു ക്യാരക്ടറുണ്ട്. അതും അവർക്ക് ഇഷ്ടമില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അവരവരുടെ ജോലി ചെയ്യട്ടെ. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ സഹായിക്കുക. അനാവശ്യമായിട്ട് അങ്ങോട്ട് കയറിപ്പോയി സഹായിക്കാൻ പോയിട്ട് ആ ടാസ്ക് നിങ്ങളുടെ തലയിലാവുന്ന എന്തിനാ എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളതായിട്ട് കാണുന്നു. 8 ഓഫ് കപ്സ് വെച്ച് 2
രീതിയിലാവാം. ഒന്നുകിൽ നിങ്ങൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ആ യാത്രകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവരെ വിട്ട് യാത്ര പോകുന്നത് അവർക്ക് ഇഷ്ടമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങൾ കൂടുതലായും ലോങ് ഡിസ്റ്റൻസിലായിട്ട് കാണുന്നു. ആ ലോങ് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം ദൂരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യേണ്ടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ആ ലോങ് ഡിസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് പരാതിയുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണ്ടത്ര കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി അവർക്ക് ഉണ്ട്. ഓക്കെ. 2 ഓഫ് സോർട്സ് വെച്ച് ജഗ്ലിംഗ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്യുന്നു എന്നവർക്ക് തോന്നുന്നുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് ശീലിക്കൂ എന്ന് അവർ പറയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ജഗ്ലിംഗ് ഉണ്ടെങ്കിൽ ഒരു 2 ചോയ്സ് തന്നു കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിക്കാറുണ്ട്. ആ സ്വഭാവം അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. 8 ഓഫ് പെന്റക്കിൾസ് വെച്ച് ഇവരെക്കാൾ പ്രാധാന്യം കരിയറിന് കൊടുക്കുന്നു. കരിയർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ, ടാസ്ക് ഒക്കെ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെയെന്നല്ല ഈ ലോകം തന്നെ മറന്നു പോകുന്ന അവസ്ഥയാണ്. അത് അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. ഏതും നേരവും ജോലി എല്ലാം വേണം. ജോലിയും വേണം. ഇവരും ജോലി ചെയ്യുന്നവരാണ്. നിങ്ങളുടെ പേഴ്സണും ജോലി ചെയ്യുന്നവരാണ്. അവർ ചിന്തിക്കുന്നത് എനിക്കും ജോലിയുണ്ട്, ഞാൻ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു പരാതി. ജോലി മാത്രമല്ല ജീവിതം, മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നവർ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഒരു മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനോ ഒന്നും അധികം സമയം ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു പ്രയോറിറ്റിയിൽ ഇവരെ കൂടി പെടുത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലായല്ലോ. ജഡ്ജ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ഓവർലി സ്പിരിച്വൽ ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ അതിൽ അത്രയും വേണോ എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതായത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ജോത്സ്യന്റെ അടുത്തേക്ക് ഓടുക. ഇപ്പൊ ഒരു ടാരോ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ടാരോ നോക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഓവർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതും അവർക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഓടുക. ഒന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്യൂ വന്നാലും കുറച്ചൊക്കെ അവനോൻ സോൾവ് ചെയ്യണം എന്നാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. എല്ലാം നല്ലത് തന്നെ, എല്ലാം വിശ്വസിക്കാം. പക്ഷെ കുറച്ച് നമ്മൾ കോമൺ സെൻസ് കൂടി ഉപയോഗിച്ച് സോൾവ് ചെയ്യണം, അതിനും ശീലിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. 1-2 കാർഡ് കൂടെ എടുക്കാം. ചിലതൊക്കെ ലോജിക്കലി കറക്റ്റ് ആണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. Give me some more cards. കിങ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ ദേഷ്യം, എടുത്തുചാട്ടം, അതെല്ലാം അവർക്ക് ഇഷ്ടമില്ല. നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്കിലുള്ളതാണെങ്കിൽ നിങ്ങൾ ആ സ്വഭാവം മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ പോവുക, അത് അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. കുറച്ച് എന്താ പറയുക, ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യുക, ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയുക, അതൊക്കെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. ഓക്കെ. ഈഗോ മാറ്റി വെക്കണം, ഒരു സോറി പറയേണ്ട അവിടെ പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ. ലവേഴ്സ് വെച്ചിട്ട് അമിത സ്നേഹം തന്നെയാണ്. അമിത സ്നേഹം മാത്രമല്ല, അമിതമായിട്ട് ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടെങ്കിൽ അതും അവർക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. സ്നേഹം വേണം, എല്ലാം വേണം, ഫിസിക്കൽ ഇൻറ്റിമസി വേണം, അതും വേണം. പക്ഷെ ഓവർ ആയാൽ അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു അഡിക്ഷൻ്റെ ലെവൽ ഓഫ് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ. ഹെയറോഫൻ്റ് വെച്ചിട്ട് നിങ്ങൾ കൂടുതലായും എന്താ പറയുക, നിങ്ങളുടെ റിലീജിയസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രഡീഷൻസിനെ ഒരു ഓവറായിട്ട് വാല്യൂ ചെയ്യുന്നവർ, അല്ലെങ്കിൽ വേറെ എന്താ പറയുക, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് മെയിനായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അയ്യോ സൊസൈറ്റി അത് പറയാല്ല, അടുത്ത വീട്ടിലുള്ളവരെന്ത് വിചാരിക്കും, അപ്പുറത്തുള്ളവരെന്ത് വിചാരിക്കും, എൻ്റെ കൂടെയുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും
ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു എന്നൊരു ചോദ്യം അവർക്കുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ മൂഡ് സ്വിങ്സ് വരുന്ന വ്യക്തിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മൂഡ് സ്വിങ്സ് പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും. ദേഷ്യത്തെക്കാളധികം സങ്കടമാണ്. സങ്കടം വരും, നിങ്ങൾ മിണ്ടാതിരിക്കും, അങ്ങനെ ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഓവർ സങ്കടം, ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ഒരു ദിവസം നല്ലതായിട്ടായിരിക്കും പോവുക, പെട്ടെന്നൊരു അടുത്ത ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കത് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, ഹീലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ടു ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾ ഓവർ പ്ലാനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പ്ലാനിങ് ഒരുപാട് കൂടുതലായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല, അത് അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, ചില കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നമ്മൾ തീരുമാനിക്കണം. എപ്പോഴും ജഗിൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരറ്റം എത്താൻ പറ്റില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കണം, ചിലത് പെട്ടെന്ന് തീരുമാനിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാറില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടമില്ല. ആ സ്വഭാവം ഇച്ചിരി മാറ്റണം, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് ഒരു ശീലിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓരോന്ന് ആലോചിച്ച്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം ആവട്ടെ, അല്ലെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ആവട്ടെ, വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് രാത്രി മുഴുവൻ എണീറ്റിരുന്ന് സങ്കടപ്പെടുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണ്ട എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അത് എന്താ പറയുക, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം അത്രയും സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. നേരത്തെ ഉറങ്ങണം, ആലോചന നിർത്തണം, ഓവർ സ്ട്രെയിൻ ചെയ്യുന്നത് നിർത്തണം. ജോലിയിലായാലും ജോലി സ്ട്രെസ്സായിരിക്കാം, റിലേഷൻഷിപ്പ് സ്ട്രെസ്സായിരിക്കാം, എന്ത് തന്നെ ആവട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, എന്ത് തന്നെ ആയാലും നേരത്തെ ഉറങ്ങണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ലേറ്റ് നൈറ്റൊക്കെ നിങ്ങൾ എണീറ്റിരിക്കാറുണ്ടെങ്കിൽ അവർക്ക് ആ സ്വഭാവം ഇഷ്ടമില്ല കേട്ടോ. അവർ വിചാരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ടേക്ക് കെയർ ചെയ്യണം, നേരത്തെ ഉറങ്ങണം, ഹെൽത്ത് സൂക്ഷിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് നിങ്ങൾക്കായിട്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ഡീപ്പ് ഡാർക്ക് ഫീലിങ്സ് നോക്കാം നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പാർട്ട്ണർ എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്? Deep dark feelings of my viewers for their person. Deep dark feelings of my viewers for their loved person. Deep dark feelings of my viewers for their loved person. Queen of Cups. Four of Swords. Four of Pentacles. Eight of Pentacles. Hermit. Strength. Two of Pentacles. മോറോലെസ് ഒരേ ചിന്തകളൊക്കെ തന്നെയാണ് കേട്ടോ. Ace of Cups. ആണോ, ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരേ ചിന്തകളൊക്കെ തന്നെയാണ്. Hanged Man. King of Pentacles. Six of Swords. Devil. Page of Cups. കമ്മ്യൂണിക്കേഷൻ എല്ലാവിടെയും ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഡീപ് ഡാർക്ക് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണായിട്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ റിയൽ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാറുണ്ട്. ലൈക്ക്
ഇമോഷണലി ഫുള്ളി ഇൻവോൾവ് ആണോ? സത്യമാണോ ഇവരുടെ സ്നേഹം? സത്യത്തിൽ ഇവർ സ്നേഹിക്കുന്നുണ്ടോ? അതോ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ അവർ കൂടെ നിൽക്കുന്നത്? അവരുടെ ഇമോഷണൽ ഫാക്ടർ എന്താണ് നിങ്ങളോട് എന്നെല്ലാം നിങ്ങൾക്ക് ഡൗട്ട് വരാറുണ്ട്. ഓക്കെ, അതൊന്ന് ഇവർ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് തുറന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. 4 ഓഫ് സോർട്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ ഫീലിങ്സ് ഇവർ തുറന്ന് പറയുന്നില്ല. തുറന്ന് പറയാതെ ഉള്ളിൽ മൂടി വെച്ചിട്ട് സ്ട്രെസ് എടുക്കുകയാണ്. എന്നിട്ട് പുറമേക്ക് യാതൊന്നും ഇല്ല എന്നുള്ളത് ഉള്ളൊരു ഭാവവും ഇവർ എഫക്റ്റഡേ അല്ല എന്ന് ഇവർ ഭാവിക്കും. പക്ഷെ ഉള്ളിൽ സ്ട്രെസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഫീലിങ്സ് അടക്കി പിടിച്ച് വെച്ചിരിക്കുകയല്ലേ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുകയല്ലേ. ആ സ്ട്രെസ് ഇവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഈ സ്ട്രെസ് ഇങ്ങനെ അനുഭവിക്കുന്നത്? അതൊന്ന് തുറന്ന് പറഞ്ഞൂടെ? അതൊന്ന് എക്സ്പ്രസ് ചെയ്തൂടെ? അതൊന്ന് റിലീസ് ചെയ്തൂടെ? എന്നാൽ എത്ര സമാധാനമായിട്ടിരിക്കാം എന്ന് നിങ്ങൾ ആലോചിക്കാറുണ്ട്. ഇവരുടെ ഈ ഫീലിങ്സ് അടക്കി പിടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് അത് തന്നെയാണ്. മനസ്സിൽ അവർക്ക് തോന്നുന്ന വികാരങ്ങളെല്ലാം തന്നെ ഇവർ അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അതൊന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. അവരുടെ ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് വർക്കഹോളിക് ആണ് നിങ്ങളുടെ പേഴ്സൺ. അതായത് ജോലിയിലേക്ക് ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തി. ഓവറായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഇവർ ഇത്രയും ഒരുപാട് ജോലി എടുത്ത് തലയിൽ വെക്കുകയാണോ? അവരെ കൊണ്ട് പറ്റാത്ത അത്രയും സ്ട്രെയിൻ ഇവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സൺ ആ സ്വഭാവം ഒന്ന് മാറ്റണം, റിലാക്സ് ചെയ്യാനും കൂടി സമയം കണ്ടെത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഹാമിറ്റ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു ലോണറാണ്. എന്ന് വെച്ചാൽ എല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് വിഷമങ്ങളായാലും സ്നേഹമായാലും എന്ത് വികാരം തന്നെ ആയാലും ഇവർ പുറമേക്ക് പ്രകടിപ്പിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന ഓപ്പൺ ആയിട്ട് പറഞ്ഞൂടെ? ആ ഫീലിങ്സ് സ്റ്റക്കായിട്ട് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഞാനില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് പറയൂ എന്താണ് എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന മനസ്സിൽ അടക്കി പിടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. സ്ട്രെങ്ത് വെച്ച് ഇതേപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനും ക്ഷമ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ആ സ്വഭാവം നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല. പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കണം എന്ന് തന്നെ നിങ്ങൾ കരുതുന്നു കേട്ടോ. അല്ലെങ്കിൽ ആൾക്കാർ തലക്കയറും എന്നാണ് നിങ്ങളുടെ ഒരു ചിന്ത. ഓക്കെ, അപ്പോൾ ആവശ്യങ്ങൾ ക്ഷമിക്കേണ്ടവിടെ ക്ഷമിക്കുക, പക്ഷെ പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കുക എന്നുള്ളൊരു ഫീലിംഗ് തന്നെയാണ് നിങ്ങൾക്ക്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാൻ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജഗിളിങ് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഒരു തീരുമാനം എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജഗിളിങ് നിർത്തണം, ഓവർ തിങ്കിങ് നിർത്തണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം. ആ കമ്മിറ്റ്മെൻ്റ് അവർ തരാതെ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ച് അമിത സ്നേഹം സമ്മർദ്ദമായിട്ട് മാറും അല്ലേ. എല്ലാം വേണം, സ്നേഹം വേണം, അട്രാക്ഷൻ വേണം, എല്ലാം വേണം. പക്ഷെ ഓവറായാൽ നിൽക്കാനും തിരിയാനും പറ്റാത്ത അത്രയും സ്നേഹമായി പോയാൽ അതും ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്വാസം എടുക്കാൻ സ്ഥലം തരൂ എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് തരണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു. ഹാങ്ഡ് മാൻ ഒരു സിറ്റുവേഷനിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ അറിയുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ റെസ്പോൺസിബിലിറ്റിയിലാണ്, ജോലിയിലാണ് ഒരു ടാസ്ക് വന്നു, അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെയാണ്. അതിൽ നിന്ന് വേറൊരു ചിന്ത, വേറൊരു നോട്ടമില്ല. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു കാര്യത്തിൽ പെട്ടുപോയി, അതിലേക്ക് അങ്ങോട്ട് പോയി. കൂട്ടുകാരുടെ ഒരു കാര്യത്തിൽ പെട്ടുപോയി, അതിലേക്ക് അങ്ങോട്ട് പോയി. നിങ്ങളെ മറന്നു പോകുന്നു ആ ഒരു ഫാക്ടറിൽ. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലായ ആ സിറ്റുവേഷനിൽ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അല്ല, ചുറ്റിനും വേറെ കാര്യങ്ങൾ, ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് മാത്രമല്ല മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് എന്നൊരു കാര്യവും ഉണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് അറ്റ് എ ടൈം സിംഗിൾ പ്രയോറിറ്റിയാണ്. ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാത്രം ഫോക്കസ്. ഓക്കെ, ജോലിയാണെങ്കിൽ ജോലി മാത്രം, കുടുംബമാണെങ്കിൽ കുടുംബം മാത്രം, നിങ്ങളാണെങ്കിൽ നിങ്ങൾ മാത്രം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആ വേറെ എന്തെങ്കിലും മാത്രം. അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് അതിലേക്ക് നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ ഇവർ മറന്നു പോകുന്നു.
ആ സ്വഭാവം മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഓവർ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലയിൽ വെക്കാറുണ്ട്. എസ്പെഷ്യലി ഫാമിലിയുടെ കാര്യത്തിൽ ഓവറായിട്ട്, ഇത് എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കാര്യമൊക്കെ ആയിരിക്കാം, എന്താ പറയുക, ഓവറായിട്ട് അങ്ങോട്ടേക്ക് ഒരു ചായ്വ് നിങ്ങൾ പേഴ്സൺ കാണിക്കാറുണ്ടെങ്കിൽ പൈസ കണക്ക് നോക്കാതെ വീട്ടിലേക്ക് കൊടുക്കുക. അതിപ്പോൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആർക്കായാലും വേറെ എന്ത് രീതിയിലായാലും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്, അവിടേക്ക് ഒരുപാട് ഫൈനാൻസസ് അളവില്ലാതെ ഒരു ഫൈനാൻസസ് അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുക, റെസ്പോൺസിബിലിറ്റി വഴിയെ പോകുന്നതെല്ലാം എടുത്ത് തലയിൽ വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യവും കൂടി കുറച്ച് ശ്രദ്ധിക്കണമെന്ന് അവർ പറയുന്നു കേട്ടോ. 6 ഓഫ് സോർട്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് യാത്രകൾ, ഇതെല്ലാം അവർക്ക് ഒരു ബോധറേഷനാണ്. നിങ്ങൾക്ക് ഒരു ബോധറേഷനാണ്, അവർക്കല്ല, നിങ്ങൾക്കൊരു ബോധറേഷനാണ്. നിങ്ങളുടെ അടുത്ത് പറയാതെ ഇടയ്ക്കിടയ്ക്ക് ഇവർ യാത്രകൾ പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ടാവില്ലേ അവരെവിടെയാണ്, ഒന്നും പറയാതെ ആയിരിക്കും പെട്ടെന്ന് പോവുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അതൊരു ഒരു സങ്കടം നിങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ട്. ഇവരുടെ വേറെ ബോട്ട്സ് എവിടെയാണ് ഇവർ എന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കുക, അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. പറയാതെ പോയിട്ടായിരിക്കും വിളിച്ച് പറയാൻ ഞാൻ ഇന്ന സ്ഥലത്ത് ആണ്, പറയാൻ പറ്റിയില്ല എന്ന് പറയും. ലോങ് ഡിസ്റ്റൻസും നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് ഇഷ്ടമില്ല ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. ഡെവിൾ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അതൊട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതിപ്പോൾ സ്മോക്കിംഗ് ആവട്ടെ, ഡ്രിങ്കിങ് ആവട്ടെ, സ്മോക്കിംഗ് ഡ്രിങ്കിങ് ആണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത്, അല്ല വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസ് കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണിന് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ മനസ്സിലായി കാണും, വേറെ എന്ത് രീതിയിലുള്ളത് എന്ത് കാര്യം തന്നെ ആവട്ടെ, ഇത് ഓവറായിട്ട് ചെയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല കേട്ടോ. എല്ലാം മിതമായിട്ട് ആവാം, പക്ഷെ ഓവർ ആവരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, എസ്പെഷ്യലി സ്മോക്കിംഗ് ഡ്രിങ്കിങ് ഒന്നും നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ല. അങ്ങനെ ഒരു അഡിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് അവർ പുറത്ത് കിടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് വെച്ച് ദയവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്നാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷനിൽ വളരെ പുറകെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർ കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കാതെ കാര്യങ്ങൾ പറയണം, കൂടുതൽ മെസ്സേജസ് അയക്കണം, മെസ്സേജ് അയച്ചാൽ റെസ്പോണ്ട് ചെയ്യണം, കോള് വിളിച്ചാൽ എടുക്കണം, എടുത്ത് സംസാരിക്കണം എന്നൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം. ഒറ്റ വാക്കിൽ ഉത്തരവല്ലാതെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 1-2 കാർഡ് കൂടി എടുക്കാം. എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണൽ മാറ്റണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓവർ സ്നേഹവും പ്രശ്നമാണ് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, 10 ഓഫ് പെൻറ്റക്കിൾസ്, ഫാമിലിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്, ഇവരുടെ ഫാമിലിക്ക് സമയം കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് പരാതിയുണ്ട്. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹെറോഫൻറ്റിൻ്റെ കാർഡ്, അതായത് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതിനൊക്കെ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് ഒരുപാടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ട്രഡീഷൻസ് ഒക്കെ ഓവറായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതേപോലെ സ്ഥാനമാനങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങൾ ആലോചിച്ചില്ലേ എന്നാണ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബോദർ ചെയ്യാതെ തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ അത് തുറന്ന് സമ്മതിച്ച് മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നൊരു സോറിയൊക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, ഒരുപാട് ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യാറുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഏത് നേരവും ടാരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതേപോലെ ഓവറായിട്ട് ഈ എന്താ പറയുക, ഒക്കൾട്ടിലേക്ക് അത്ര വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടം, ജ്യോതിഷം, ടാരോ റീഡിങ്, ഇതൊക്കെ ഓവറായിട്ട് വേണം, അത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. എല്ലാം വേണം, വിശ്വാസമാവാം, പക്ഷെ ഓവറായിട്ട് ആവരുത് എന്നുള്ള രീതിയിൽ. ഒരുപാട് നേരം ടാരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത്ര ആവശ്യമില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ പാത്രം അറിഞ്ഞല്ല ദാനം ചെയ്യാറ് എന്ന് നിങ്ങൾ കരുതുന്നു.
ആര് വന്ന് ചോദിച്ചാലും നോ പറയില്ല. ഉടനെ പൈസ എടുത്ത് കൊടുക്കും. അത് അവർക്ക് സത്യത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ അങ്ങനെ സഹായിക്കുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. സേവിങ്സിൽ കൂടി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ശരിയായ കാര്യമാണ് അല്ലേ. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യണം. എടുത്തു ചാടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഡീപ് ഡാർക്ക് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ഡീപ് ഡാർക്ക് ഫീലിങ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് അല്ലേ. ഇതെല്ലാം മാറിയാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയാണ്. അപ്പോൾ രണ്ടുപേരും തന്നെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. വേറെന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ റീഡിങ്സുമായിട്ട് നമ്മൾ ഇനിയും കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ.